അപ്പം ഇന്ന് എന്താണ് ഈ പൊന്തക്കാട്ടിൽ നിന്നല്ലേ മത്തൻ്റെ ഇല മുറിക്കാൻ വന്നതാട്ടാ. അപ്പം നമുക്കിന്ന് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാം. വെറൈറ്റി കറി ഒന്നല്ല, എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്. എന്നാലും നമുക്കിന്ന് മത്തല വെച്ചിട്ടൊരു കറി ഉണ്ടാക്കട്ടാ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പത്തില തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ പത്തലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ള ഇല വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കാട്ടാ. അപ്പം ഞാനിത് ഇല മുറിക്കാന്ന് വെച്ചിട്ട് വന്നിട്ടാണ്. നമ്മുടെ ഇത് നല്ല ഇല പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ചീവീടിൻ്റെ ഒച്ചയാണ്. കറുത്ത് മഴക്കാലം ഇപ്പോൾ ചീവീട് ഇതിൻ്റെ ശല്യം വല്ലാതെ ആയിട്ടുണ്ട്. അതൊന്നും ഭയങ്കര ശബ്ദാട്ടോ. എന്നെ കാണാനുണ്ടാവില്ല അല്ലേ മൊന്തയില്? ഞാൻ പുറത്തു കൂടെ വരാട്ടാ. നമുക്ക് കുറച്ചല്ല മതി. നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് നോക്കിയെടുക്കാം കേട്ടോ. പുളിയുറുമ്പുണ്ട് ഇതുമേ. ബായ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് അടിച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് മത്തല നുറുക്കിയെടുക്കാം കേട്ടോ. മത്തല നുറുക്കാൻ എല്ലാവർക്കും അറിയാലോ, കത്തിയുടെ ആവശ്യമൊന്നും ഇല്ല. അതിങ്ങനെ ചീന്തിയെടുത്താൽ മതി. നല്ല എളുപ്പാട്ടാ നുറുക്കാനായിട്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിലത്തെ തണ്ടുമ്പിലൊക്കെ ചെറിയ ചെറിയ മുള്ളു പോലെ ഉണ്ട്. അത് ഇങ്ങനെ കയ്യുമ്പോൾ കുത്തി തറയ്ക്കുമ്പോൾ മാത്രം, ആരും കുഴപ്പമൊന്നുമില്ല. നുറുക്കിയെടുത്തിട്ട് അതിൻ്റെ തണ്ടിങ്ങനെ ഒഴിവാക്കാട്ടോ. അതുപോലെ തന്നെ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോഴേക്കും ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് സമയമില്ലെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ഇലക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ കറി വെക്കാനൊന്നുമില്ല, ഇങ്ങനെ പെട്ടെന്നൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതാ മൊത്തം ഇലയും ഞാൻ നന്നാക്കി ഇട്ടിട്ടാ. അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ അതാ ഇങ്ങനെ രസത്തിലേ കാണാൻ, നാല് മാത്രമായിട്ട്. അപ്പം നമുക്കിത് കറി വയ്ക്കാൻ നോക്കാം. നമുക്ക് ഒരു വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും വേണം കേട്ടോ. അതും തൊലി കളഞ്ഞെടുക്കാം. നല്ല പോത്തനെ ഉള്ളി കേട്ടോ, എന്ത് വലിപ്പമാണ്. അപ്പം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷെ വലിയ ഉള്ളിയാണെങ്കിലും മൊത്തം ചീഞ്ഞതാവും അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഈ നാളികേരം വെട്ടിയെടുത്തത് ആ കറിക്ക് വേണ്ടിയല്ല കേട്ടോ. നമുക്കിതിന് നല്ല അടിപൊളി കോമ്പിനേഷൻ വേറൊരു കാര്യം കൂടി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ. അപ്പോൾ നമുക്കിത് ചിരകിയെടുക്കാം. നാളികേര വെള്ളം വേണോ? അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വേവാൻ വെച്ചതൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലത് ഇതുപോലെ നല്ല വെന്തുടയണേ. എന്നിട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ അത് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വീണ്ടും സ്റ്റൗവിലേക്ക് വെക്കുക കേട്ടോ. കളഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ 4 ചുവന്നുള്ളിയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ ഉള്ളി പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച പരിപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നുറുക്കി വെച്ച മത്തല ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും ഇലക്കറികൾ വെക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇല ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇല ഇങ്ങനെ വല്ലാണ്ട് പൊന്തി നിൽക്കണമെന്ന് നോക്കണ്ട. അതൊന്ന് വേവുമ്പോഴത്തേക്കും ഒക്കെ താന്ന് കൂട്ടാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. അധിക സമയമൊന്നും വേണ്ട ഇത് വേവാനായിട്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു തള തിളയ്ക്കുമ്പോൾ തന്നെ ഇല വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 തള തിളച്ചപ്പോഴേക്കും നമ്മുടെ ഇല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തുട്ടാ. അപ്പോൾ ഇതാ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തുട്ടാ. അപ്പോൾ അത് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി മൂത്തിട്ടുണ്ട്. നല്ല ഉള്ളി മൂത്തിൻ്റെ മണം വന്നിട്ട് ഈ സമയത്ത് ഞാനൊരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ല നിറം മാറണ വരെ നല്ലപോലെ മുളക് പൊടി മൂക്കണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മഴയുടെ ശബ്ദവും ഉണ്ട് കേട്ടോ.
എപ്പോഴും കുത്തിക്കാച്ചണ കറികൾ വെക്കുമ്പോൾ ഈ ഉള്ളി മുളകും മൂക്കണതിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ മണവും ടേസ്റ്റും ഉണ്ടാവുക. അപ്പം മൂപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇപ്പം നല്ല മൂത്ത് നിറം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ഇലയും കൂടിയിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ആവി വരുന്നുണ്ട്, നിറച്ചും പുകയായിട്ട് അത് ഇതിലൊഴിച്ചപ്പോൾ. കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു കറി റെഡി ആയിട്ടാവും. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. സമയം അത്രയും ലാഭമാണ് കേട്ടോ കുത്തിക്കാച്ചിയ കറികൾ വെക്കാനായിട്ട്. അപ്പോൾ ഈ കറി ഇവിടെ നിന്നൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് അടിപൊളി ഒരു കോമ്പിനേഷനായിട്ടൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു അരമുറി നാളികേരം, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പുളിയാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മുതിര ഉണ്ടല്ലോ, അതുമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് ഈ മുതിര ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടി വരണ ശബ്ദം കേൾക്കാം കേട്ടോ. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കോരി മാറ്റി അതേ ചീഞ്ചട്ടീൻ്റെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയും ഉള്ളിയും മുളകും അതുപോലെ നാളികേരം കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ വല്ലാണ്ട് മൂക്കണ്ട, ചെറുതായി ഒന്ന് മൂത്താൽ മതി. പച്ചമുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അതാകുമ്പോൾ മുളക് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം എന്ന് മാത്രം. അപ്പോൾ അത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി, ഇത്രയും മൂത്താൽ മതി. ഈ സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ച മുതിര ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സി 2 കറക്കാൻ കറക്കിയപ്പോൾ അത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് മൂപ്പിച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതും ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ അത് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലയുടെ ഒപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക്. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഉരുട്ടിയെടുത്താൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിന്ന് ഉച്ചയൂണിനപ്പം നല്ല അടിപൊളി മത്തലക്കറിയും ചമ്മന്തിയാണ്. അപ്പോൾ ഞാനത് കിണ്ണത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയും അതുപോലെ തന്നെ അതിനോട് നല്ല സൂപ്പർ കോംബോ ആയിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ.